നിർമ്മിത ബുദ്ധി രംഗത്തെ വ്യവസായ പ്രമുഖരെയും ലോക നേതാക്കളെയും ബന്ധിപ്പിക്കുന്ന ഇന്ത്യ AI ഇംപാക്റ്റ് ഉച്ചകോടി 2026 ആവേശോജ്വല തുടക്കം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. AI മേഖലയിൽ ഇന്ത്യയെ ഒരു നേതാവായി സ്ഥാപിക്കുക, AIയിലൂടെ മാനവികതയ്ക്ക് പുരോഗതി നൽകുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന, നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കുന്ന ഒരു ഭാവി വിഭാവനം ചെയ്യുക എന്നിവയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിവർത്തനങ്ങളിലൊന്നാണ് നിർമ്മിത ബുദ്ധിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, मानव इतिहास में हर कुछ शताब्दियों के बाद एक टर्निंग पॉइंट आता है और वो टर्निंग पॉइंट सभ्यता की दिशा रीसेट करता है और वहीं से विकास की रफ्तार बदलती है. AIയെ കുറിച്ചുള്ള ഇന്ത്യയുടെ മാനവ ദർശനവും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. MANAV मानव विजन प्रस्तुत करता है. मानव का अर्थ होता है ह्यूमन. ജനങ്ങൾ, ഗ്രഹം, പുരോഗതി എന്നതാണ് ഉച്ചകോടിയുടെ 3 പ്രധാന സ്തംഭങ്ങൾ. സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക നന്മയ്ക്കും വേണ്ടിയുള്ള AI വിഭവങ്ങളെ ജനാധിപത്യവൽക്കരിക്കുക, സാമൂഹിക ശാക്തീകരണത്തിനായി ഉൾപ്പെടുത്തൽ, സുരക്ഷിതവും വിശ്വസനീയവുമായ AI, മനുഷ്യ മൂലധനം, ശാസ്ത്രം, പ്രതിരോധശേഷി, നവീകരണം, കാര്യക്ഷമത എന്നിങ്ങനെ 7 തീമുകൾ ഇതിൽ ഉൾപ്പെടുന്നു. സർവജൻ ഹിതായ് സർവജൻ സുഖായ്, അതായത് എല്ലാവർക്കും ക്ഷേമം, എല്ലാവരുടെയും സന്തോഷം എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഫ്രഞ്ച് പ്രസിഡന്റ്, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ, രാഷ്ട്രത്തലവന്മാർ, മന്ത്രിമാർ, ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മുതിർന്ന പ്രതിനിധികൾ, ടെക്, AI വ്യവസായ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അഞ്ഞൂറിലധികം ആഗോള AI നേതാക്കൾ, ഏകദേശം 100 CEOമാർ, സ്ഥാപകർ, 150 അക്കാദമീഷ്യന്മാർ, ഗവേഷകർ, 400 CTOമാർ, വൈസ് പ്രസിഡന്റുമാർ എന്നിവരെ ഉച്ചകോടി ഒരുമിച്ച് കൊണ്ടുവരും. 20ലധികം രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെ 100ലധികം ഗവൺമെന്റ് പ്രതിനിധികളും ഉച്ചകോടിയിലെ പങ്കാളികളാണ്.